വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മക്രോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ആക്കി നോക്കുകൊണ്ട്. അപ്പോൾ അതാ നമ്മൾ ക്യാപ്സിക്കവും ക്യാരറ്റും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കനും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് നല്ലോണം ഇങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. കാരണം മക്കൾക്ക് ചിക്കനൊക്കെ ആകുമ്പോൾ പ്രത്യേക ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അല്ല ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് മുട്ട എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാരറ്റും ഒന്ന് നല്ലോണം വാടിക്കോട്ടെ കേട്ടോ. കാരണം ക്യാരറ്റ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാപ്സിക്കം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അത് രണ്ടും നല്ലോണം വാടിയതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ പറഞ്ഞല്ലോ, ചിക്കൻ കുരുമുളകും ഉപ്പിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നല്ലോണം പിച്ചി കൊടുത്താൽ മതി. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ പച്ചക്കറിയിലേക്ക് ഉപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ അതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം നമ്മുടെ സോയാ സോസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ചൈനീസ് ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സോസൊക്കെ ചേർത്ത് കൊടുക്കണ്ടോ. അത് ചേർത്തതിന് ശേഷം പിന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ. മക്കൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച നമ്മളെ മക്രോണി ഉണ്ടല്ലോ അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഒരു 90% ഇങ്ങനെ വെന്ത് എടുക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം മിക്സാക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടില്ല നമ്മളെ മക്രോണി റെഡി ആയിട്ടുണ്ടോ. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുക്കണ്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മക്രോണിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്